ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. IPL 2025 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് തന്നെ പല IPL ഫ്രാഞ്ചൈസികൾക്കും വലിയ വെല്ലുവിളിയായി ഇഞ്ചുറി ഇങ്ങനെ മുകളിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഏതൊക്കെ ടീമുകൾക്കാണ് ഇഞ്ചുറി വെല്ലുവിളിയാകുക, ഏതൊക്കെ താരങ്ങളാണ് ഇഞ്ചുറിയിൽ പെട്ടിട്ടുള്ളത്, അതോടൊപ്പം തന്നെ അവരുടെ അപ്ഡേറ്റുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് ഉമ്രാൻ മാലിക്കാണ്. ഉമ്രാൻ മാലിക്ക് 75 ലക്ഷം രൂപയ്ക്കാണ് KKR സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ താരത്തിന് ഇഞ്ചുറി സംഭവിക്കുകയും തന്മൂലം ഈ ഒരു സീസൺ തന്നെ നഷ്ടമാവുമെന്നാണ് അപ്ഡേറ്റുകൾ പറയുന്നത്. അതുകൊണ്ട് പകരക്കാരനായിട്ട് അവർ ചേതൻ സക്രിയെ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ചേതൻ സക്രിയയിലേക്ക് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ആം പേസറായിട്ടുള്ള ചേതൻ സക്രിയെ KKRനെ സംബന്ധിച്ച് നല്ലൊരു ഡീലായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയും അതോടൊപ്പം തന്നെ പൊട്ടൻഷ്യലുള്ള താരമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അടുത്തെന്ന് പറയുന്നത് പാറ്റ് കമ്മിൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കഴിഞ്ഞ സീസണിലെ പില്ലർ തന്നെയായിരുന്നു പാറ്റ് കമ്മിൻസ്. അതുകൊണ്ട് തന്നെയാണ് അവർ താരത്തിനെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഇതുവരെ ഈ ഒരു വീഡിയോ ചെയ്യുന്നിടം വരെ പാറ്റ് കമ്മിൻസിൻ്റെ കാര്യത്തിൽ യാതൊരു അപ്ഡേറ്റും ലഭിച്ചിട്ടില്ല. ചില റിപ്പോർട്ടുകൾ പറയുന്നത് അദ്ദേഹം ആദ്യ മത്സരം തൊട്ട് അവൈലബിൾ ആകുന്നതാണ്. എന്നാൽ ഇതുവരെ ക്യാമ്പിനൊപ്പം ജോയിൻ ചെയ്ത പിക്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും താരത്തിൻ്റെ ആംഗിൾ ഇഞ്ചുറിയുടെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷേ താരമില്ലാതെ ടീം കളിക്കേണ്ടി വരികയാണെങ്കിൽ ചില പ്രശ്നങ്ങൾ കൂടി ടീമുകൾ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ സീസൺ നമുക്കത് മനസ്സിലായതാണ്. ബോളിംഗ് സൈഡിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എത്രത്തോളമായിരുന്നെന്നും ക്യാപ്റ്റൻസി വൈസ് അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ എത്രത്തോളമാണെന്നും നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കി തന്ന ഒരു സീസൺ തന്നെയാണ് കഴിഞ്ഞതെന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ആണ്. സഞ്ജുവിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ NCL ആണ് താരമുള്ളത്. ബാറ്റിംഗ് സൈഡിൽ താരം ഓക്കെ ആയിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇനി കീപ്പിംഗ് സൈഡ് കൂടി അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ താരം ഫുള്ളി ഫിറ്റാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ പറയുന്നതനുസരിച്ച് ആദ്യ മത്സരം തൊട്ട് സഞ്ജു അവൈലബിൾ ആകുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഒരുപക്ഷേ സഞ്ജുവിന് മത്സരങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ അത് രാജസ്ഥാന് വലിയ വെല്ലുവിളിയാകും. ക്യാപ്റ്റൻസി സൈഡിലേക്ക് അതുവരെ താൽക്കാലികമായിട്ടൊരു താരത്തിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് സൈഡിലും മറ്റൊരു താരത്തെ അവർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അടുത്തതെന്ന് പറയുന്നത് ബൂമ്രയാണ്. ബൂമ്രയുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഇനീഷ്യൽ മത്സരങ്ങൾ മുംബൈക്ക് വേണ്ടി ബൂമ്ര കളിക്കാൻ സാധ്യതയില്ല. കുറച്ച് മത്സരങ്ങൾ താരത്തിന് മിസ്സാവും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ പക്ഷേ മുംബൈയെ സംബന്ധിച്ച് ബാക്കപ്പ് താരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അത് വലിയൊരു വെല്ലുവിളിയാവാനുള്ള സാധ്യത വളരെയധികം കുറവ് തന്നെയാണ്. അടുത്തതെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇഞ്ചുറിയും ഫിറ്റ്നസ് ഇഷ്യൂവും ബാധിച്ചിരിക്കുന്ന ഒരു ടീമാണ് LSC. മായങ്ക്, മോസിൻ, ആവേശിൻ്റെയും അതോടൊപ്പം തന്നെ മോസിൻ്റെയും കാര്യത്തിൽ ഇതുവരെ ഒരു ഫിറ്റ്നസ് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നാണ്, അല്ലെങ്കിൽ ഫിറ്റ്നസ് അപ്രൂവ് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മായങ്കിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 2nd വീക്ക് തൊട്ട് മാത്രമായിരിക്കും ടീമിനൊപ്പം താരത്തിന് ജോയിൻ ചെയ്യാൻ സാധിക്കുക എന്നാണ് അപ്ഡേറ്റുകൾ പറയുന്നത്. സോ LSGയെ സംബന്ധിച്ച് ഇപ്പോൾ അവർ സാർദുൽ താക്കൂറെ ടീമിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ലഭിക്കുന്നുണ്ട്. താരം ടീമിനൊപ്പം നെറ്റ്സ് ചെയ്യുന്ന വീഡിയോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ആക്ച്വലി താരത്തിനെ ടീമിലേക്ക് കൊണ്ടുവന്ന ഒരു ആശ്വാസമെങ്കിലും അവരുടെ സ്റ്റാർ പേസർമാരായിട്ടുള്ള 3 താരങ്ങൾ പുറത്തിരിക്കുന്നത് LSGയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നിടം വരെ അവരുടെ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ അപ്ഡേറ്റ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഫിറ്റ്നസ് അപ്രൂവ് ചെയ്യാതെ അവർക്ക് ടീമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. മായങ്ക് എന്തായാലും 2nd വീക്കിലുണ്ടാവുള്ളൂ. മോസിൻ്റെയും ആവേശിൻ്റെ കാര്യത്തിൽ ഒരു കൺസേൺ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നിലവിൽ ഇഞ്ചുറി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് രേഖപ്പെടുത്തുക. ഞാൻ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.